നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് വഞ്ചി പൂവർ ഫണ്ടിലെ അമ്മ വീട് എന്ന അമ്മ വീട്ടിലാണ്. കാരണം ഇവിടെ നിറച്ച അമ്മമാരാണ്, നിറച്ചെന്നല്ല ഒരു 16ഓളം അമ്മമാരുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാർ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു പ്രത്യേക വിശേഷമായിരുന്നു. മറ്റൊന്നുമല്ല, ലയൺസ് ഇൻ്റർനാഷണൽ 3188യുടെ വിമൻസ് കൗൺസിലിൻ്റെ പ്രോജക്റ്റ് ഇനാഗുറേഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രസിഡൻ്റ് എന്നോട് ചോദിച്ചു, ആൻറ്റി ഇതെങ്ങനെ നമുക്ക് നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം, കാരണം ഈ അമ്മമാരുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ എല്ലാം വന്ന ഒരു ഫംഗ്ഷനായിരുന്നു. എല്ലാം വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. അമ്മമാരെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാൻ വരാറുണ്ട്. ഇനി കൂടുതൽ ഇവരുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നടന്ന ആ ചടങ്ങിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്തേ. ഇവിടുത്തെ അമ്മമാർക്ക് നമസ്തേ. നമ്മുടെ ഈ വർഷത്തെ വിമൻ കൗൺസിൽ എന്ന ലേഡീസിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഇന്ന് ഇവിടെ പ്രവർത്തനം നമ്മൾ തുടങ്ങുകയാണ്. വഹാബ് സാറാണ് നമുക്ക് ഇന്ന് ഇനാഗുറേഷൻ ചെയ്യുന്നത്. വഹാബ് സാറിന് രചന പഠിക്കുന്ന ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. വിമൻ കൗൺസിലിൽ എല്ലാ മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഉണ്ടാകട്ടെ, പ്രത്യേകിച്ച് ഇവിടുത്തെ അമ്മമാർക്ക് എല്ലാ ആരോഗ്യവും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. വനിതാ കൂട്ടായ്മ എന്ന് സംഘടിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്ന ഒരു കർമ്മമാണ്. ഞാൻ ഇതിനു മുൻപും പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, ക്ഷേമം അന്വേഷിച്ചിട്ടുണ്ട്, ഓണത്തിന് ഉളവകൾ നൽകിയിട്ടുണ്ട്, അമ്മമാരെ അന്നും കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓർക്കാൻ ഞങ്ങളുടെ മുൻകാലങ്ങളെ കൂടുതൽ അറിയാൻ യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. എല്ലാ അമ്മമാരും സൗഭാഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നിന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. ആഴമേറും നിന്മകസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. എല്ലാ പ്രിയപ്പെട്ട അമ്മമാരെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഏറ്റവും ബഹുമാനിയായ DG അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി, ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനും, എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, എൻ്റെ അടുത്ത സുഹൃത്തുമായ ബില്ലാൽ. കാരണം ഇവിടെ എനിക്കൊരു അന്യവിധമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ 1 മാസം 2 മാസം കണ്ടില്ലെങ്കിൽ എല്ലാവരും അന്വേഷിക്കും ഞാൻ വന്നില്ലല്ലോ. അങ്ങനെ ഒരു ബന്ധം ഇവിടുത്തെ എല്ലാ അമ്മമാരുമായിട്ട് എനിക്കുണ്ട്. രമ്യ എന്നോട് പറഞ്ഞു, ആൻറ്റി നമുക്കൊരു നല്ല ഒരു തുടക്കം, നമ്മുടെ വിമൻസ് കൗൺസിലിൻ്റെ പ്രോഗ്രാമിനൊരു നല്ല തുടക്കം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. കാരണം എൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ അതൊരു വലിയ സമാധാനവും സന്തോഷവുമാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഞാൻ രമ്യ പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, നമുക്ക് പിന്നെ ഇനി ഒന്നും ആലോചിക്കേണ്ട ആൻറ്റി, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. അതിനെ സാറിനെ വിളിച്ചപ്പോൾ സാറ് നമുക്ക് പെട്ടെന്നൊരു ഡേറ്റ് തന്നു. ഇന്നാണെങ്കിൽ സാറിന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു. എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാം ഈ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അവരുടെ ആഹാരം എന്നതിലുപരി നമ്മളെല്ലാവരെയും കാണുന്നു എന്നുള്ളതാണ്. അവരെ അന്വേഷിച്ച് ഇത്രയും പേര് വരുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഇടയ്ക്കൊക്കെ വന്ന് ഈ അമ്മമാരെ കാണാനും വരാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇടയ്ക്കെങ്കിലും ഒക്കെ വന്ന് ഈ അമ്മമാരെ അന്വേഷിക്കണം. സന്തോഷം. ഇതൊരു നല്ല തുടക്കമാവട്ടെ. അമ്മമാരെല്ലാം നല്ല സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അമ്മമാരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഈ വർഷത്തെ നിങ്ങളുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതായിരിക്കുമെന്ന്
ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും. വീണ്ടും ഈ നേരത്തെ ജേസി ചേച്ചി പറഞ്ഞതുപോലെ മറ്റ് ഇതൊന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സാമീപ്യമാണ് നമ്മുടെ അമ്മമാർ ആഗ്രഹിക്കുന്നത്. ഇനിയും അമ്മമാരെ നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം. നിങ്ങൾക്ക് ആശ്വാസം വരാൻ ഞങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ. എല്ലാവിധ ആശംസകളും. അത് വലിയ സന്തോഷം. ഇനിയും പല പല കാര്യങ്ങൾ ഇവിടെ നടത്തുമെന്ന് ആശംസിക്കുന്നു. നല്ലൊരു ഓർമ്മയായിരുന്നു. അപ്പോൾ അതുപോലെ ഈ വർഷം പലതവണ നമ്മൾക്കിവിടെ വരാനും നിങ്ങളെയൊക്കെ രസിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടക്കം കുറിക്കുകയാണ്. അതുപോലെ ഐശ്വര്യമാവട്ടെ ഈ വർഷം ഡിസ്ട്രിക്ട് ഗവർണറുടെയും നമ്മുടെ വിമൻസ് വിങ്ങിൻ്റെയും വർഷമാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ഈ ഒരു അവസരത്തിൽ അമ്മമാർക്ക് നേർന്നുകൊണ്ട് വിമൻസ് കൗൺസിലിൻ്റെ പ്രവർത്തനം ഇവിടെ നിന്ന് തുടങ്ങിയതിന് വലിയ സന്തോഷമുണ്ട്. 2 മാസങ്ങൾക്ക് മുന്നേ ഞാനും ജയശ്രീ ചേച്ചി ഇവിടെ വന്ന് അമ്മമാരുമായിട്ട് കുറച്ച് സമയം ചെലവഴിച്ചിട്ടൊക്കെ പോയായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വിമൻസ് കൗൺസിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി കൊടുത്ത ഡിസ്ട്രിക്ട് ഗവർണർക്കും വിമൻസ് കൗൺസിൽ പ്രസിഡന്റ് രമ്യ മുരുകനും ഞാൻ അഭിനന്ദിക്കുന്നു. നമസ്കാരം.